ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് LDF-ലെ PV രാജേന്ദ്രനെതിരെ അവിശ്വാസ പ്രമേയത്തിന് കളമൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി UDF അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് സമർപ്പിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ചെറിയൊരു കൈപ്പിഴ മൂലം കൈവിട്ടുപോയ പ്രസിഡന്റ് സ്ഥാനം തിരികെ പിടിക്കുന്നതിനായി ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC രജിതയ്ക്ക് മുമ്പാകെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയത്. UDF-ലെ എല്ലാ അംഗങ്ങളും ഒപ്പിട്ട നോട്ടീസ് ഇവരിൽ ഒരാളായ കാപ്പിൽ മുഹമ്മദ് ഷിയാസാണ് BDO മുമ്പാകെ സമർപ്പിച്ചത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീധരൻ വയലിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ അബ്ദുല്ല, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ തേളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മംഗള ടീച്ചർ, അംഗങ്ങളായ ചന്ദ്രൻ നാലാംപാതുക്കൽ, CK വേണു, ശംഭു ബേക്കൽ, കരീം നാലാംപാതുക്കൽ, PV കൃഷ്ണൻ, KV അനീസ്, രാജകല, സൗറ ഉബൈദ്, അസിസ്റ്റന്റ് സെക്രട്ടറി ശശി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഉദുമ പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നേരത്തെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 2025 ഡിസംബർ 26 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിലെ N ചന്ദ്രന്റെ വോട്ട് ബാലറ്റ് പേപ്പറിന്റെ പിൻവശത്ത് ഒപ്പിടാത്തതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ അസാധുവാക്കിയിരുന്നു. ഇതോടെ 2 പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെയും വോട്ട് നില തുല്യമായതിനെ തുടർന്ന് നടത്തിയ നറുക്കെടുപ്പിലാണ് CPIM-ലെ PV രാജേന്ദ്രൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സംഭവത്തിൽ നിലവിൽ കോടതിയിൽ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും അന്തിമവിധി വരാൻ കാലതാമസം നേരിടുമെന്നതിനാലാണ് UDF ഇപ്പോൾ രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിലെ 23 അംഗ ഭരണസമിതിയിൽ നിലവിൽ UDF-ന് 12 അംഗങ്ങളും LDF-ന് 11 അംഗങ്ങളുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ അംഗത്തിൻ്റെയും നിലപാട് അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ അതീവ നിർണായകമാകും. 2.5 വർഷം വീതം പ്രസിഡന്റ് സ്ഥാനം പങ്കുവയ്ക്കാൻ നേരത്തെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ധാരണയായിരുന്നു. മുൻകൂട്ടി ഉറപ്പിച്ചിരുന്ന അവിശ്വാസ പ്രമേയത്തെ LDF എങ്ങനെ നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയാനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ന്യൂസ് ബ്യൂറോ, ഉദുമ.